ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വ്ളോഗ് അല്ലെങ്കിൽ ഒരു റെസിപ്പി വ്ളോഗ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ നരകത്തിലെ കോഴി, പിന്നെ ചുട്ട കോഴി എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ വീട്ടിലുള്ള ആ കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ മതി ഇതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് ചിക്കനെ നമ്മൾ 2 പ്രാവശ്യം കായം തേക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ മാരിനേഷന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ്. ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവുക. പിന്നെ ഒരു വലിയ നാരങ്ങൻ്റെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇനി ഉപ്പും മുളകും നാരങ്ങ നീരും നമുക്ക് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ മാരിനേഷൻ. ഇത് ചിക്കൻ്റെ മേത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കാനുണ്ട്. ചിക്കൻ ഞാൻ കേക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതേനി കേട്ടോ. ഇനിയിപ്പം അതിങ്ങനെ വരഞ്ഞു കൊടുക്കാം, മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് കുറച്ച് വിട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത്. അടുത്തടുത്താവുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് വെന്തിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടാണ്. മുന്നേ എനിക്ക് നല്ല ഫ്ലോപ്പായി പോയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് ദൂരമായിട്ട് കട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെഗിൻ്റെ സൈഡിലും ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ ഒരു കട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോഴാണ് നമ്മളെ ചിക്കനിൽ നല്ലോണം എരും പുളിയൊക്കെ പിടിക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സുർക്ക പറയൂലേ, അതും കൂടി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, പുളി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ ഈ ചിക്കനിൽ മുഴുവനായിട്ടും ഇത് തേച്ച് പിടിപ്പിക്കുക. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ആവട്ടെ. അപ്പോൾ ഇന്ന് നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ഗീക്കിൻ്റെ എയറോ കുക്കിലാണ് കേട്ടോ, സ്മാർട്ട് എയർ ഫ്രയർ അവനിൽ. ഇനിയിപ്പോൾ ഞാൻ അവൻ എന്ന് പറയുമ്പം കുറച്ച് കമൻസൊക്കെ വരും, അവനല്ല ഓവനാണെന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഓവനല്ല കേട്ടോ, നമ്മൾ അവൻ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പം ഇനി അതും പറഞ്ഞിട്ട് കമൻറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അവൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബേക്ക് ചെയ്യുക, അതിന് പുറമെ നമുക്കിത് ടോസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ റോട്ടിസറി ഫംഗ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എയർ ഫ്രയർ ആയിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത്രയും ആക്സസറീസാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലവ് ഉണ്ട്. പിന്നെ യൂസർ മാനുവലും അതുപോലെ തന്നെ റെസിപ്പി ബുക്കുമാണ് കേട്ടോ. അത് ഒരുപാട് റെസിപ്പീസ് അതിൽ തന്നെ കൊടുത്തേണ്. ഇത് എയർ ഫ്രൈ ചെയ്യാനുള്ള ബാസ്ക്കറ്റും പിന്നെ റോട്ടിസറിൻ്റെ ആ ഒരു റോഡും ആണ്. പിന്നെ അവൻ റാക്കും അതുപോലെ തന്നെ നമുക്ക് ഈ റോട്ടിസറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെച്ച് റാക്കും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ടും ഇങ്ങനെ ടൈ ചെയ്തിട്ടേനുണ്ടായിനെ. പിന്നെ ഒരു ബേക്കിംഗ് ട്രേയും കൂടെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ മാരിനേഷൻ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് ഒക്കെ ആയിനെ. അപ്പം ഇനി രണ്ടാമത്തത് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തേണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നെ ഇട്ടിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അതിപ്പം 1 ടീസ്പൂണൊക്കെ കുറച്ച് കയ്യിലിങ്ങനെ എടുത്തിട്ട് അത് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഉലുവൻ്റെ ഇലയാണ്, ഉണക്കിയിട്ടുള്ള ഉലുവൻ്റെ ഇലയാണ്. അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് വേണം. നല്ല കട്ട തൈര് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണമാണ് കേട്ടോ നല്ലത്. നമ്മളെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പം ഇതുപോലൊരു അടച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അപ്പം ഇനി അത് എടുക്കുകയാണ്. അത്യാവശ്യം ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ആക്കുന്ന കായ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ചിക്കൻ്റെ മേലെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല എത്തണം കേട്ടോ, അങ്ങനെ വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് കസൂരി മേത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. അത് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ചേർത്താൽ മതി. ഇനി നമ്മൾ ഈ കായം തേച്ചതിന് ശേഷം ഇത് മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു ഫുൾ നൈറ്റ് വെച്ചിന് കേട്ടോ. രാത്രി കായം തേച്ചിട്ട് രാവിലെ ഒരു ഉച്ച സമയത്താണ് പിന്നെ നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത്രയും സമയം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉള്ളിൽ മസാല പിടിക്കും. ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പം മേലെ ഫ്രീസറിലാണ് കേട്ടോ വെക്കേണ്ടത്. നല്ലോണം ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെച്ചതിന് ശേഷം ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ പുറത്ത് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ തണുപ്പൊക്കെ നല്ലോണം ഒന്ന് വിട്ട് വരിക. ഞാനിപ്പോൾ ഇത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്.
പിന്നെ ഇത് അടുത്ത ദിവസം ഉച്ച അയക്കുന്നിട്ടാ നമ്മൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ റോട്ടിസറി ചെയ്യാനാണ് പോണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം റോട്ടിസറിൻ്റെ ആ ഒരു റോഡ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തേണ്. പിന്നെ ഫസ്റ്റത്തെ ക്ലിപ്പ് ഇങ്ങനെ മേൽഭാഗത്ത് കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ആ ചിക്കനിലേക്ക് ഇറക്കി കൊടുക്കുക, ഇങ്ങനെ കുത്തിയിട്ട് ഇറക്കുക. പിന്നെ ആ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനെ തിരിച്ച് വെച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് കുത്തി കൊടുക്കേണ്ടത്. ഇത് രണ്ടും നമ്മൾ ഒരേ സൈഡിൽ കുത്തുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യൂല. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ എടുത്തിടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം കേട്ടോ കുത്തി കൊടുക്കാൻ. അതിനുശേഷം ആ ഭാഗത്തെ സ്ക്രൂവും ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ചിക്കൻ്റെ കാല് രണ്ടും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടുന്നുണ്ട് കേട്ടോ. ഇത് കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേവുന്ന സമയത്ത് ചിക്കൻ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. അപ്പം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് താഴത്തേക്ക് വീണൊക്കെ പോട്ടോ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് കാല് കെട്ടിയിട്ട് പിന്നെ ആ ത്രെഡ് കൊണ്ട് തന്നെ ഇത് റോഡിലേക്കും കെട്ടിക്കൊടുക്കുക. അപ്പം തിരിയുമ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കൈയിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൈയും ഇതുപോലെ തിരിഞ്ഞ് വികാതെക്കാൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കൈയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ത്രെഡ് വെച്ചിട്ട് കെട്ടി കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ റോട്ടിസറി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ഫംഗ്ഷൻ വന്നിട്ട് റോട്ടിസറി മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടെമ്പറേച്ചർ 230 ഡിഗ്രിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ഇങ്ങനെ ആ ടെമ്പറേച്ചറിൻ്റെ നോബ് തിരിച്ചിട്ട് 230 ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 10 മിനിറ്റ്, ശരിക്കും 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. ഞാനൊരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ പ്രീ ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് വെക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ഫെച്ച് റാക്ക് വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും. പിന്നെ നമ്മളെ കൈ പൊള്ളൂല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവൻ നല്ല ചൂടായിട്ട് നിൽക്കല്ലേ, അപ്പോൾ അതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം 230 ഡിഗ്രി തന്നെ ആദ്യം ഞാനൊരു 20 മിനിറ്റ് സെറ്റ് ചെയ്യാണ്. ആ ഒരു റെസിപ്പി ബുക്കിൽ നോക്കിയപ്പം 20 മിനിറ്റ് മതി എന്നാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ 20ലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു റോട്ടിസറി ആക്കുന്ന വീഡിയോ ഇട്ടേനു കേട്ടോ. അത് ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തതേനു ഞാനും അനീസ്കിയും കൂടെ. അപ്പം അന്ന് ചിക്കൻ ഇങ്ങനെ തിരിയാതെ ഇങ്ങനെ എന്താ പറയുക എടുത്ത് വികുന്ന പോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ അതിന് ആദ്യം ചിക്കൻ വേവിക്കൊക്കെ ചെയ്തിട്ടുണ്ടേനു. അന്നൊന്നും കറക്റ്റായിട്ട് അറിയൂലേനു ഇത് ചെയ്യേണ്ട രീതിയൊന്നും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഓരോരോ മിസ്റ്റേക്ക് വരുമല്ലോ, അങ്ങനെ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ നല്ലോണം ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ചിക്കൻ റെഡി ആയിരുന്നു. പിന്നെ എനിക്കൊരു സംശയമാണ് വെന്തിട്ടുണ്ടാവുമോ എന്ന്. അപ്പോൾ ഞാൻ കുറച്ചൊരു 10 മിനിറ്റും കൂടെ കൂട്ടി വെച്ചതേനു. പിന്നെ ഇപ്പോൾ ഞാൻ പൊട്ടറ്റോസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എയർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആക്കുമ്പം ഓയിലിൽ മുക്കി പൊരിച്ചെടുക്കല്ലേ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഈ ഒരു എയർ ഫ്രയറിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ബാസ്ക്കറ്റിൽ ആദ്യം കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻസിൽ ഇങ്ങനെ എഴുതിയിരുന്നു കേട്ടോ, ആദ്യം ഈ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് ഓയിൽ തടവണമെന്ന്. നോർമൽ വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പൊട്ടറ്റോൻ്റെ മേലെയും ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പിന്നെ ഇത് ഭയങ്കര ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലൊന്നിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ട് ആ എയർ ഫ്രൈ ചെയ്യാനുള്ള പൊട്ടറ്റോസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഇത് പ്രീ ഹീറ്റ് ചെയ്യാനൊന്നും പോണില്ല, കാരണം ചിക്കൻ ആവുമ്പോൾ തന്നെ നല്ലോണം ഹീറ്റായിട്ട് നിൽക്കല്ലേ. അപ്പോൾ ഇനി എക്സ്ട്രാ പ്രീ ഹീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ആദ്യം ഞാൻ ബേക്കിംഗ് ട്രേ വെച്ചിട്ടാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പൊട്ടറ്റോസുള്ള ശരിക്ക് ആ ബേക്കിംഗ് ട്രേക്ക് പകരം റാക്ക് ഉണ്ടല്ലോ, അവൻ റാക്ക്, അത് വെച്ച് കൊടുത്താൽ മതിയേനു. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ അവിടെ ഞാൻ എയർ ഫ്രയർ മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 190 ഡിഗ്രി, ഏകദേശം ഒരു 200 ഡിഗ്രീൻ്റെ അടുത്ത് തന്നെ, അങ്ങനെയാണ് ഇപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടൈമർ ഞാൻ ഒരു 7 മിനിറ്റ് 5ൻ്റെയും 10ൻ്റെയും ഇടയിലാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കണം. അപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വീഡിയോയിൽ കാണുമ്പം നല്ലോണം കരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെയല്ല, കുറച്ചും കൂടെ നല്ലൊരു കളറാണ് നേരിട്ട് കാണുമ്പോൾ ഉള്ളത്. അപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്, നല്ല സ്മെല്ലിന്. ശരിക്കും നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഷവായി ചിക്കൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് സ്മെല്ലിന് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നല്ലോണം ചൂടുണ്ട്, ആ സമയത്ത് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ അതിങ്ങനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കുന്ന കണ്ടപ്പോൾ പിന്നെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ടേനു. നല്ല രസമുണ്ട്, നല്ലോണം ഉള്ളിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോക്കിനും കുക്കായിട്ടില്ലേന് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടേന്. അപ്പോൾ ഇതാ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്, നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ്.
കാരണം നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഓയിൽ കുറച്ച് മതി, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, അധികം ഓയിലൊന്നും നമ്മളെ വയറിലേക്ക് എത്തൂല്ല. അപ്പം ഏതായാലും ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്, അതുപോലെ മീൻ പൊരിച്ചതുണ്ട്, പിന്നെ നമ്മളെ ചുട്ട കോഴിയുണ്ട്, മയണൈസ് ഉണ്ട് കേട്ടോ, അതിൽക്കായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ 2 ടൈപ്പുള്ള മയണൈസും കാണിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം ബോക്സിലായിട്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ചിക്കന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിനി. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണം എന്നുള്ളൂ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്